നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ടിന്റെ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി ജോറ്റായി ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി റിയാക്ടിന്റെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറീസിന്റെ ഒരു ഷോർട്സ് ഇട്ടപ്പം അപ്പൊ അതിൽ റിഡക്സ് സുസ്റ്റാന്റെ ഒക്കെ കൂടെ റീകോയിലും ജോറ്റായി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അണ്ടറിൽ വന്ന റിക്വസ്റ്റ് ആണ് ഈ ജോറ്റായിന്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ജോറ്റായി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബേസിക്കലി എന്താണ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി? അപ്പൊ ബേസിക്കലി എന്താണ് റിയാക്ടിന്റെ സ്റ്റേറ്റ് നമുക്കറിയാലോ. നമ്മൾ സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കൗണ്ടർ കോമ്പോണന്റ് ആണെങ്കിൽ അവിടെ കൗണ്ട് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂസറിന്റെ കോമ്പോണന്റ് ആണെങ്കിൽ അവിടെ യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ ഐ ഡി എല്ലാം സ്റ്റേറ്റുകളാണ് അല്ലെ. അപ്പം നമുക്ക് ലോക്കലിയും സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഗ്ലോബലിയും സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ജോട്ടായി ആണെങ്കിലും അല്ലെ ബാക്കിയുള്ള സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറീസ് ഒക്കെ നമുക്കൊരു ഗ്ലോബൽ സ്റ്റോർ, സ്റ്റേറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്ത് ത്രൂ ഔട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് റിയാക്ടിൽ കോണ്ടെക്സ്റ്റ് API. പക്ഷെ അവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എക്സ്റ്റേണൽ ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള റിയാക്ടിന്റെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറീസ് ആണ് റിഡക്സ്, അതുപോലെ തന്നെ സുസ്റ്റാനൊക്കെ. അപ്പൊ റിഡക്സിന്റെ കേസിൽ റിഡക്സ് ആണ് ഒരു പോപ്പുലർ ലൈബ്രറിയാണ്. പക്ഷെ അവിടെ എന്താ ബോയിലർ പ്ലേറ്റ് കോഡും കൂടുതലാണ് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചുകൂടെ കോഡ് കോംപ്ലക്സിറ്റിയും ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള ലൈബ്രറീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഇപ്പോ ആക്ഷൻസ്, റെഡ്യൂസേഴ്സ്, മിഡിൽ വേസ്, ഇങ്ങനത്തെ ഇത് ബേസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് റിഡക്സിന്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോണ്ടെക്സ്റ്റ് APIനെയും റിഡക്സിനും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ലൈബ്രറിയാണ് ഈ ഒരു സിമ്പിൾ ലൈബ്രറിയാണ് ഈ ജോട്ടായി. അപ്പോൾ നമ്മൾ സുസ്റ്റാന്റെ കേസിൽ നമ്മൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ലൈബ്രറി തോന്നിയിട്ടുള്ളത്. ഇനി ജോട്ടെ എന്നുള്ളത് ഒരു ജാപ്പനീസ് വേർഡ് ആണ്. അവിടെ ഇതിന്റെ വേർഡ് മീനിങ് ആറ്റം എന്നാണ്. അതായത് ആറ്റം എന്താ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അല്ലെ. സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഓരോ സ്റ്റേറ്റിനെയും ഓരോ ആറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആറ്റം ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനും അക്രോസ് നമ്മുടെ എല്ലാ കോമ്പോണൻസിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ആറ്റത്തിൽ നിന്ന് ഡിറൈവ്ഡ് സ്റ്റേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ അസിൻക്രണസ് ഓപ്പറേഷൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ API എന്നുള്ള ഡാറ്റ ഫെച്ചിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട്, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി ആണ്. ഇവിടെ നമ്മൾ ആറ്റംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആറ്റം റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിനെയാണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ത്രൂ ഔട്ട് പ്രൊജക്റ്റിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, അപ്ഡേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആസ് യൂഷ്വൽ വിഷ്വൽ സ്റ്റുഡിയോ ആണ് കോഡ് എഡിറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ജോട്ടായി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. വീഡിയോ യൂസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാം. npm install. ഇനി ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഫൈനലി നമ്മൾ ഒരു ജോട്ടായി ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ കമാൻഡ് npm സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ജോട്ടായി. എൻ്റർ അടിക്കുക. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ package.json ഫയലിൽ പോയിട്ട് ഡിപ്പെൻഡൻസീസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈബ്രറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊജക്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് app.cxsലെ എല്ലാ കോമ്പോണൻസിനെയും ആ ഒരു സ്റ്റൈലിനെ എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. സെയിം തന്നെ index.cssലെ app.jxs ക്ലിയർ ചെയ്തിട്ട് RFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഇതൊന്ന് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, npm run dev. ഓക്കെ, പ്രൊജക്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് രണ്ട് സിന്റാക്സ് ആണ്. ഫസ്റ്റ് ആറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ആറ്റം എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ആറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് ഇതാണ്. ഫസ്റ്റ് ഈ ഒരു ലൈബ്രറിയിൽ നിന്ന് ആറ്റം ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ്, ഇപ്പൊ നമ്മുടെ സാധാരണ സ്റ്റേറ്റിന് നെയിം കൊടുക്കുന്ന പോലെ തന്നെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും. ഈക്വൽ ടു ഇട്ട് ആറ്റം ഓഫ് എന്ന് പറഞ്ഞ് അതിന്റെ ഇനിഷ്യൽ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ കൗണ്ടറിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യൽ വാല്യൂ 0 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി
ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റം നമ്മുടെ കോമ്പോണൻസിൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ആറ്റം എന്ന് പറഞ്ഞ് ഈ ഒരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഹുക്കാണ്. ഇതിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്കിന്റെ സെയിം സിന്റാക്സ് ആണ്. യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഹുക്കിനകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ അല്ലെ. ഒന്ന് ആ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, രണ്ടാം സ്റ്റേറ്റിന്റെ മ്യൂട്ടേഷന് വേണ്ടിയിട്ട്, അതായത് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനും ഉണ്ടാവും. അതേ സാധനം തന്നെ പിന്നെ അതിൽ ഏത് ആറ്റം ആണോ നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് ആ ആറ്റം നെയിം പാസ് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് സിന്റാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ സാധാരണ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറിന്റെ എക്സാമ്പിൾസ് എല്ലാം നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു കൗണ്ടറിന്റെ എക്സാമ്പിൾ അല്ലേ എടുക്കുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അതായത് നമുക്കൊരു കൗണ്ടർ ഉണ്ട്, ഒരു ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ബട്ടൺ ഉണ്ട്. ഇപ്പൊ കൗണ്ടർ ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി. ഇൻക്രിമെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിനെ കറന്റ് എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുക. ഡിക്രിമെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കൗണ്ട് സ്റ്റേറ്റിനെ ഡിക്രിമെന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്ലോബലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു കൗണ്ടർ കോമ്പോണന്റിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കലി ഈ ഒരു ആറ്റം യൂസ് ചെയ്തിട്ട് ഈ ഒരു കൗണ്ടർ, അതായത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ഈ ഒരു പർട്ടിക്കുലർ കോമ്പോണന്റിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആറ്റം യൂസ് ചെയ്തിട്ട് മീൻസ് ആറ്റം ത്രൂ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. രണ്ടു വിധത്തിലും ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഗ്ലോബലി എങ്ങനെയാണ് ഇതൊരു ആക്സസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ സ്റ്റേറ്റ്, നമ്മുടെ എല്ലാ സ്റ്റേറ്റിനെയും ഈ ഒരു ഫോൾഡറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇതിങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞു ഇതൊരു മിനിമൽ ആയിട്ടുള്ള ഒരു ലൈബ്രറി ആണെന്ന്. ഒരു JS ഫയൽ ആറ്റം എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ സിന്റാക്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഫസ്റ്റ് നമ്മൾ ആറ്റത്തിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് കോൺസ്റ്റ് എന്താണ് സ്റ്റേറ്റ് നെയിം. ഞാൻ കൗണ്ട് ആറ്റം എന്നാണ് നെയിം കൊടുക്കുന്നത്. പിന്നെ ആറ്റം ത്രൂ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനിഷ്യൽ വാല്യൂ ഞാൻ 0 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് അഗെയിൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ കൗണ്ടർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു കോമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഈ കോമ്പോണന്റ് ഫോൾഡറിന്റെ അകത്ത് ഒരു കൗണ്ടർ .jxs എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുക. RFC കോഡ്സിനെ പറ്റി യൂസ് ചെയ്തിട്ട് ആസ് യൂഷ്വൽ നമ്മൾ കൗണ്ടർ കോമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ആറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആറ്റത്തിന് നമ്മൾ നമ്മുടെ കോമ്പോണന്റിലേക്ക് ആക്സസ് ചെയ്യണം. സോറി, നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആറ്റത്തിനെ, അതായത് കൗണ്ട് ആറ്റത്തിനെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ആറ്റം ആ ഒരു JS ഫയലിൽ നിന്ന് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ യൂസ് ആറ്റത്തിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു യൂസ് ആറ്റം സ്റ്റേറ്റ് പ്രോപ്പർട്ടി കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, രണ്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ ഞാൻ ഫസ്റ്റ് ഇൻക്രിമെന്റ് ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിക്രിമെന്റ് ബട്ടൺ. ഇനി ഒരു ബട്ടണ് കുറച്ച് CSSന്റെ സ്റ്റൈൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് മാർജിൻ ലെഫ്റ്റ്, ഫോണ്ട് സൈസ്, കഴ്സർ ഒക്കെ ഞാൻ ഓൾറെഡി ഉള്ള ഒരു ബട്ടണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താണ്. നമ്മൾ CSSലല്ലല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ എഴുതും ഈ ഫംഗ്ഷനെ, ഒരു ഇൻക്രിമെന്റ് ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിക്രിമെന്റ് ഫംഗ്ഷനെയും കോൾ ചെയ്യണം. അപ്പൊ ഈ ഇൻക്രിമെന്റ് ഫംഗ്ഷനും ഡിക്രിമെന്റ് ഫംഗ്ഷനുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് കോൺസ്റ്റ് നോർമൽ ആരോ ഫംഗ്ഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്സസ് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതായത് നമ്മൾ യൂസ് ആറ്റം ഹുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു കൗണ്ട് ആറ്റത്തിനെ ആക്സസ് ചെയ്യും. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനെയും ആക്സസ് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കോൺസ്റ്റ് നമ്മൾ നോർമൽ ആയിട്ട് എങ്ങനെയാണോ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി, അത് കറന്റ് സ്റ്റേറ്റ് വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കൗണ്ട്. അതുപോലെ തന്നെ അതിനെ മ്യൂട്ടേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
സെറ്റ് കൗണ്ട് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് യൂസ് ആറ്റം ഹുക്ക് ത്രൂ ഏത് സ്റ്റേറ്റ് ആറ്റത്തിനെയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ ആറ്റം പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കറന്റ് സ്റ്റേറ്റും കിട്ടി, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനെയും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ഫംഗ്ഷനിൽ വരിക, സെറ്റ് കൗണ്ട് മെത്തേഡിനെ കോൾ ചെയ്യുക. സെറ്റ് കൗണ്ട് മെത്തേഡിൽ ഇപ്പൊ കറന്റ് ആയിട്ട് എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെയല്ലേ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. പ്രൂവ് വാല്യൂവിനെ ആക്സസ് ചെയ്തിട്ട് പ്രൂവ് വാല്യൂ +1 സെറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം തന്നെ നമ്മൾ ഡിക്രിമെന്റിന്റെ കേസിലും ചെയ്താൽ മതി. ഡിക്രിമെന്റ് മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ട് സെറ്റ് കൗണ്ട് മെത്തേഡിനെ കോൾ ചെയ്യുക, ഇൻക്രിമെന്റിന് പകരം ഡിക്രിമെന്റ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ കൗണ്ടിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കൗണ്ടർ ഹെഡിങ് കൊടുക്കുകയാണ്. പിന്നെ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ കൗണ്ടിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ ഞാൻ അതിനൊരു സ്റ്റൈലും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഏത് ആറ്റം ആണോ വേണ്ടത് ആറ്റത്തിനെ ഇമ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ യൂസ് ആറ്റം ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്തു. കറന്റ് സ്റ്റേറ്റും അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനെ യൂസ് ആറ്റം ഹുക്ക് ത്രൂ ആക്സസ് ചെയ്തു. പിന്നെ നമ്മൾ നോർമലി ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കിൽ എന്താ ചെയ്യുന്നത്, യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റും മ്യൂട്ടേഷൻ ഫംഗ്ഷനും കിട്ടും അല്ലെ. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഗ്ലോബലി ആക്സസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആറ്റം ഫയലിൽ വേണ്ട, ഈ ഒരു ലോക്കൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ആറ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇതിന്റെ അകത്ത് തന്നെ ഡയറക്റ്റ് എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ app.jxsന്റെ ഫയലിൽ വന്നിട്ട് ഈ ഒരു കൗണ്ടർ കോമ്പോണന്റിനെ കോൾ ചെയ്യാം. ഇന്റർഫേസിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ അവിടെ നമ്മുടെ കൗണ്ട് വന്നിട്ടുണ്ട്. ഇൻക്രിമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ആവുന്നുണ്ട്, ഡിക്രിമെന്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ഡിറൈവ്ഡ് ആറ്റം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഡിറൈവ്ഡ് ആറ്റം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സിസ്റ്റിംഗ് ആറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കൗണ്ട് ആറ്റം, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറൊരു ആറ്റം വർക്ക് ചെയ്യുക. അതായത് ഈ കൗണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഡബിൾ കൗണ്ട് ആറ്റം ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഡബിൾ കൗണ്ട് ആറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കൗണ്ട് ആറ്റത്തിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും നമ്മൾ ഈ ഡബിൾ കൗണ്ട് ആറ്റത്തിൽ സേവ് ചെയ്യുന്നത്. അപ്പൊ എന്താ, ഈ ഡബിൾ കൗണ്ട് ആറ്റം എപ്പോഴും ഈ കൗണ്ട് ആറ്റത്തിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആസ് യൂഷ്വൽ നമുക്ക് ഇവിടെ വന്നിട്ട് എക്സ്പോർട്ട് കോൺസ്റ്റ് ഡബിൾ കൗണ്ട് ആറ്റം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ആസ് യൂഷ്വൽ നമ്മൾ ആറ്റം മെത്തേഡ് ത്രൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആറ്റം മെത്തേഡ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോട്ടായി പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ്-ഇൻ മെത്തേഡാണ്. നമുക്കൊരു ആറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആറ്റം ആണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതും റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ ഒരു ഗെറ്റർ ഫംഗ്ഷൻ എഴുതണം. ഈ ഗെറ്റർ ഫംഗ്ഷൻ ത്രൂ ആണ് നമ്മൾ എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഗെറ്റർ ഫംഗ്ഷൻ ബിൽറ്റ്-ഇൻ ആയിട്ടൊരു ഗെറ്റ് മെത്തേഡ്, ഇത് ജോട്ടായി പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ്-ഇൻ മെത്തേഡ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഗെറ്റർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇനി ഗെറ്റ് മെത്തേഡ് ത്രൂ നമുക്ക് ഏത് ആറ്റത്തിന്റെ വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടത് ആ വാല്യൂവിനെ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് ഗെറ്റ് മെത്തേഡ് ത്രൂ കൗണ്ട് ആറ്റത്തിന്റെ വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ഡിഫൈൻ ചെയ്യാം. എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ കറന്റ് വാല്യൂവിനെ ഡബിൾ ചെയ്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ആറ്റത്തിന്റെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന പുതിയൊരു ആറ്റം. ഇനി നമ്മുടെ കൗണ്ടർ കോമ്പോണന്റിൽ വന്നിട്ട് ഈ കൗണ്ട് ആറ്റത്തിന്റെ കൂടെ ഈ ഒരു ഡബിൾ കൗണ്ട് ആറ്റത്തിനെയും കൂടെ എടുക്കുക. എന്നിട്ട് ഞാനൊരു ഇതേ പാരഗ്രാഫ് പോലെ തന്നെ പുതിയൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതില് ഡബിൾ കൗണ്ട് എന്ന് ക്യാപ്ഷൻ കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഡിറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് പാരഗ്രാഫ് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമ്മൾ കൗണ്ട് ആറ്റത്തിനെ ആക്സസ് ചെയ്ത പോലെ തന്നെ ഡബിൾ കൗണ്ടിനെ ആക്സസ് ചെയ്യണം. ഇവിടെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്നുമില്ല, സോ ഞാൻ ജസ്റ്റ് അതിനെ ആക്സസ് ചെയ്യുന്നേ ഉള്ളൂ. യൂസ് ആറ്റം ത്രൂ ഈ ഡബിൾ കൗണ്ട് ആറ്റത്തിനെ ആക്സസ് ചെയ്യാം. ഡബിൾ കൗണ്ട് ആറ്റത്തിനെ ആക്സസ് ചെയ്യാം. ഇനി ഡബിൾ കൗണ്ടിനെ നമ്മൾ ഈ പാരഗ്രാഫ് ടാഗിൽ ഡിസ്പ്ലേ ചെയ്യാം. അഗെയിൻ നമുക്ക് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനിഷ്യലി രണ്ടിന്റെ വാല്യൂ 0 ആണ്. 1 2 4 6 അതുപോലെ ഡിക്രിമെന്റ് ആവുമ്പോഴും കണ്ടല്ലേ. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ആറ്റം. ഈ രണ്ടാമത്തെ ആറ്റം ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. അതായത് ഈ ഡിറൈവ്ഡ് ആറ്റം ഈ ഒരു കൗണ്ട് ആറ്റത്തിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെയും
എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. അതിപ്പോ ഞാനിവിടെ ചെയ്യുന്നില്ല. ഒരു എങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് ആറ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു സാമ്പിൾ എക്സാമ്പിൾ കാണിച്ചാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഗെറ്റർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്കൊരു അസിൻക്രണസ് ഓപ്പറേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജോട്ടായി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ കോൺസെപ്റ്റ് ആണ് ലോഡബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു നോർമൽ ആറ്റംസ് അല്ലായിരുന്നോ, അതായത് ഒരു നോർമൽ സ്റ്റേറ്റ്, അവിടെ ഒരു വേരിയബിളിന് ഒരു സിംഗിൾ വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി അസിൻക്രണസ് ഓപ്പറേഷന്റെ പ്രത്യേകത എന്താ, അവിടെ നമുക്കൊരു ഡിലേ വേണം അല്ലെ, അതായത് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് വന്നതിന് ശേഷമേ എന്ത് ചെയ്യാവുള്ളൂ, അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഡിലേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബിൽറ്റ് ഇൻ ആയിട്ട് ഒരു മെത്തേഡ്, ഒരു കോൺസെപ്റ്റ് ഉണ്ട് ലോഡബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ യൂട്ടിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് അസിൻക്രണസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലോഡിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ ലോഡിംഗ് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും എററിൽ ഫെച്ച് ചെയ്യുന്ന ടൈമിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യണം. ഇതെല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിസ്റ്റത്തിന്റെ കേസിലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ലേസി ലോഡഡ് സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ അസിൻക്രണസ് ഹാൻഡ്ലിംഗ് ഒക്കെ ഈ ഒരു ലോഡബിൾ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു API കോൾ ആണ്. നമ്മളിവിടെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡമ്മി യൂസേഴ്സിന് ഒരു ഈ ഒരു API ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡമ്മി JSON URL ആണ് ഇത്. ഓൾറെഡി നമ്മൾ എന്താ റിയാക്ടിന്റെ സ്റ്റാർട്ടിങ് ട്യൂട്ടോറിയൽസ് തൊട്ട് ഒരു API യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു API യൂസ് ചെയ്തിട്ട് നമുക്കൊരു API റിക്വസ്റ്റ് ചെയ്യണം. നമ്മളിവിടെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ഫസ്റ്റ് ഞാനൊരു ഫംഗ്ഷൻ ആണ് എഴുതുന്നത് ഈ ഒരു യൂസർ ഡീറ്റെയിൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമന്റ് ആഡ് ചെയ്താണ് കേട്ടോ. നോർമൽ ഒരു ആരോ ഫംഗ്ഷൻ ഫസ്റ്റ് എഴുതുക. കോൺസ്റ്റ് ഫെച്ച് യൂസർ ഈക്വൽ ടു അസിൻ ഫംഗ്ഷൻ ആയിരിക്കും. ഈക്വൽ ടു അവോയ്ഡ് നമ്മുടെ ഫെച്ച് API അല്ലേ, നിങ്ങൾക്ക് ആക്സസ് ലൈബ്രറി ഇതിന് പകരം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഫെച്ച് API ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡമ്മി URL പാസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ റിക്വസ്റ്റ് റെസ്പോൺസ് ചെക്ക് ചെയ്യുക. നോട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാം. failed to fetch user details എന്ന് പറഞ്ഞിട്ടൊരു എക്സെപ്ഷൻ. ജസ്റ്റ് ഡാറ്റ ഈ API കോളിൽ ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇനി അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റേനെ ഫസ്റ്റ് JSON ആയിട്ട് കൺവേർട്ട് ചെയ്യാം. again await response ഡോട്ട് JSON ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ റിട്ടേൺ ചെയ്താൽ മതി. റിട്ടേൺ ഡാറ്റേനെ റിട്ടേൺ ചെയ്യാം. ഇത് നോർമൽ ഒരു ആരോ ഫംഗ്ഷൻ നമ്മുടെ ഫെച്ച് API ത്രൂ ഡാറ്റ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഡാറ്റ അസിൻക്രണസ്ലി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഡബിൾ ആറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ലോഡബിൾ ആറ്റം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ലോഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. യൂട്ടിൽസ് നിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ നോർമൽ ഒരു ആറ്റം നേരത്തെ ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. എക്സ്പോർട്ട് യൂസർ ആറ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോഡബിൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഒരു ആരോ ഫംഗ്ഷൻ, അപ്പോൾ ലോഡബിൾ ത്രൂ നമ്മൾ ആറ്റം മെത്തേഡിന് പകരം ഒരു ലോഡബിൾ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ട് നമ്മൾ സാധാരണ ഈ ഒരു ഫെച്ച് API ത്രൂ ഡാറ്റ എങ്ങനെയാ ഫെച്ച് ചെയ്യുന്നത്, റിയാക്ടില് ഈ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് ഈ ലൈബ്രറീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യൂസഫെറ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അതായത് ഈ ഒരു API കോള് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതും ഒക്കെ യൂസഫെറ്റ് ഹുക്കിൽ നിന്നിട്ടായിരിക്കും. ഇൻ കേസ് യൂസർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി ആരെയും സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ലോഡബിൾ ഫംഗ്ഷൻ മാത്രം മതി. ത്രൂ നമ്മൾ ഈ അസിൻക്രണസ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇവിടെ ഒരു ഇത് അസിൻക്രണസ് കോൾ ആയതുകൊണ്ട് തന്നെ അസിങ്കിന് വെയിറ്റ് ചെയ്യും. വൺസ് ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് യൂസറിന് വേണ്ടിയിട്ട് ഒരു കോമ്പോണന്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം.
ഞാൻ യൂസർ ഡീറ്റെയിൽസ് ഡോട്ട് JXS ഒരു കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. RFC കോഡ് സ്നിപ്പറ്റ് ട്രൂ. ഇനി ഞാൻ ഇത് യൂസർ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ റിട്ടേൺ നള്ളാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂസർ ആറ്റം അല്ലേ, അതിന് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ജോറ്റായിന് അതിനെ രണ്ടിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യണം. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഈ ലൈബ്രറി തന്നെ ഇതിന്റെ ലോഡിങ് എറർ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു അല്ലെ. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ്, ഒരു പ്രോപ്പർട്ടീസ് ആയിട്ടാണ്. അതായത് ഇതിനൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് എയ്തർ ഒന്നെങ്കിൽ ലോഡിംഗ് ആയിരിക്കും, അതായത് ഡാറ്റ ലോഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഹാസ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അത് സെറ്റ് ചെയ്യും. അല്ല ഇത് നമുക്ക് ഡാറ്റയാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹാസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ഇത് സെറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ ഏത് ആണോ, ലോഡിംഗ് ആണോ അല്ലെങ്കിൽ എറർ ആണോ ഡാറ്റ ആണോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ലോഡ് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ നമ്മുടെ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂസ് ആറ്റം ഹുക്ക് ത്രൂ നമ്മുടെ യൂസർ ആറ്റത്തിനെ ആക്സസ് ചെയ്തിട്ട് ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ത്രൂ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഹാൻഡിൽ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എന്താ ലോഡിംഗ് സ്റ്റേറ്റിനെ ഹാൻഡിൽ ചെയ്യണം. അതായത് ഇഫ് ഓഫ് ഈ ഒരു യൂസേഴ്സിൽ സ്റ്റേറ്റ് ചെക്ക് ചെയ്യണം ഈക്വൽ ടു ലോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഡിവിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സിമ്പിൾ ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലോഡിങ്. ഇനി ഇറർ ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എഗെയിൻ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു യൂസേഴ്സിൽ ഈ ഒരു സ്റ്റേറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഹാസ് എറർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് വന്നിട്ടുള്ളതെങ്കിൽ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം, എററിന്റെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഈ എറർ എന്താണെന്നും കൂടെ കൊടുക്കണം. അത് നമുക്ക് ഈ ഒരു അരേന്ന് കിട്ടും കേട്ടോ. യൂസേഴ്സിൽ എറർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ മെസ്സേജ് എടുത്ത് ഡിസ്പ്ലേ ചെയ്താൽ മതി. എററിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി നമുക്ക് ഡാറ്റ സക്സസ്ഫുള്ളി വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഫോർ യൂസേഴ്സിൽ അഗെയിൻ സ്റ്റേറ്റിൽ ഈക്വൽ ടു ഹാസ് ഡാറ്റയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യണം. ഞാൻ മൾട്ടിപ്പിൾ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് ചെയ്തിട്ട് വേണം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റൈൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു യൂസർ ലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസേഴ്സിൽ ഇപ്പൊ നമ്മുടെ യൂസേഴ്സിൽ ഡാറ്റ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നേരത്തെ സ്റ്റേറ്റ് കാണിച്ച പോലെ തന്നെ അതിന് പാരലൽ ആയിട്ടൊരു ഡാറ്റ പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ ലെങ്ത് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമുക്ക് ഡാറ്റ ഒന്നും വന്നിട്ടില്ലാത്ത കേസിൽ നമ്മൾ നോ ഡാറ്റ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് ടാഗ്, നോ യൂസർ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ടാഗാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഡാറ്റ എക്സിസ്റ്റിംഗ് ആണെങ്കിലോ ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ യൂസറിന്റെയും ഡീറ്റെയിൽ, ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് മാത്രമേ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യുവാണ് കേട്ടോ. സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ ഈ യൂസർ ഡാറ്റയിൽ കൂടെ പോയിട്ട് ഫസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ഫസ്റ്റ് അഗെയിൻ യൂസേഴ്സിൽ ഡാറ്റയിൽ നമ്മൾ മാപ്പ് ചെയ്യണം. ഫസ്റ്റ് യൂസറിന്റെ ഡീറ്റെയിലും പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സും കിട്ടും കീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് ഞാനൊരു LI ടാഗ് ക്രിയേറ്റ് ചെയ്യാം. കീ ആയിട്ട് നമ്മൾ ഈ ഇൻഡെക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്റ്റൈലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും ഒരു S3 ടാഗിൽ
യൂസറിന്റെ ഉള്ളിൽ നിന്ന് നെയിമിനെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യാം. നെയിം പ്രോപ്പർട്ടി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇമെയിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു യൂസർ അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഈ യൂസർ ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അസിൻക്രണസിന്റെ റിസൾട്ടിനെ ഫെച്ച് ചെയ്യും. അതിൽ രണ്ട് മെയിൻ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, സ്റ്റേറ്റും ഡാറ്റയും. സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലോഡിംഗ് സ്റ്റേറ്റ് ആണോ, എറർ ഉണ്ടോ, ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ലോഡിങ്ങിനെയും അതുപോലെ തന്നെ എററിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഡാറ്റ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഡാറ്റയിൽ മീൻസ് കണ്ടന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തു. ഇൻ കേസ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡാറ്റയിൽ കൂടെ മാപ്പ് ചെയ്ത് ഓരോ യൂസറിന്റെ ഡീറ്റെയിൽ ആയിട്ട് അപ്പൻഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അഗെയിൻ ഈ കൗണ്ടർ ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മുടെ ഈ യൂസർ ഡീറ്റെയിൽസ് കോമ്പോണന്റിനെ ഒന്ന് കോൾ ചെയ്യും. അതൊക്കെ ഇന്റർഫേസിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോറി, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന എറർ ഫംഗ്ഷൻ ആണ് ട്രിഗർ ആയിരിക്കുന്നത്. ആറ്റം 2.3d is not a function. ആറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തോ ഇവിടെ നമ്മൾ ആറ്റം ക്രിയേറ്റ് ചെയ്തപ്പം ആറ്റം ഫംഗ്ഷന്റെ അകത്തല്ല ഇതിനെ ഡിഫൈൻ ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നമ്മളെ കൊടുത്തിരിക്കുന്ന യൂസർ ലിസ്റ്റ് വന്നു. അതായത് യൂസർ നെയിമും പാസ്വേഡും അല്ലെ, നമ്മൾ നെയിമും പാസ്വേഡും അല്ലെ ഈ ഒരു അരേന്ന് ജേസണിൽ നിന്ന് നമ്മൾ എടുത്തത്. എല്ലാ യൂസേഴ്സിന്റെയും ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ജോട്ട ലൈബ്രറി. നമുക്ക് നെക്സ്റ്റ് വരുന്ന ട്യൂട്ടോറിയലിൽ ഇത് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സിമ്പിൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ട് ഇതാണ് ഇതിന്റെ ബേസിക്സ് ആയിട്ട് വരുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ആറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് അസിൻക്രണസ് ഓപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റേറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലോബലിയും അതുപോലെ തന്നെ ലോക്കലിയും നമുക്ക് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.